ഹായ് മൈ ഡിയേഴ്സ്, നമുക്കിന്നൊരു പത്രവാർത്ത നോക്കിയാലോ? ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കും പത്രവാർത്ത എഴുതാൻ വരാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്കൊരു പത്രവാർത്ത എഴുതുന്നത് സിമ്പിളായിട്ടൊന്ന് നോക്കാം. നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അത് പത്രത്തിൽ വരാറുണ്ട് അല്ലേ? പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഫോട്ടോ ചിത്ര പ്രദർശനം സ്കൂളിൽ നടന്നു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ചിത്ര പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. അതിനെപ്പറ്റിയൊക്കെ കുഞ്ഞു വാർത്ത തയ്യാറാക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ? നോക്കൂ, ക്ലിക്കായി ക്ലിക്ക് 2025. ക്ലിക്ക് ആവുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാവുക എന്നൊക്കെയാണ് അർത്ഥം അല്ലേ? സക്സസ് ആവുക എന്നൊക്കെയാണ്. അപ്പോൾ ക്ലിക്ക് 2025 എന്ന് പറഞ്ഞത് ഫോട്ടോ അല്ലെ ചിത്രങ്ങളുടെ പ്രദർശനം ആയതുകൊണ്ടാണ് ക്ലിക്കായി ക്ലിക്ക് 2025. നല്ലൊരു പേര് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ലൊരു തലക്കെട്ട് കൊടുത്തതാണ്. ഇനി സ്ഥലം, ഞാനിപ്പോൾ എൻ്റെ നാടായതുകൊണ്ട് ഞാൻ അവിടെയാണ് കൊടുക്കാറ്, മേപ്പയ്യൂർ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം കൊടുക്കാം കേട്ടോ. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി GUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞ മൊബൈൽ ഫോട്ടോകളുടെയും വരച്ച ചിത്രങ്ങളുടെയും പ്രദർശനം സെപ്റ്റംബർ 25 രാവിലെ 10 മണിക്ക് ക്ലിക്ക് 2025 എന്ന പേരിൽ സ്കൂൾ ഹാളിൽ നടന്നു. സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീമതി ഹേമലതയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രദർശനം പ്രശസ്ത ചിത്രകാരനും അധ്യാപകനുമായ ശ്രീ അഭിലാഷ് തിരുവോത്ത് ഉദ്ഘാടനം ചെയ്തു. ഇത് എവിടെയാണ് നടന്നത് എന്ന് വേണം, എന്താണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ചിത്രപ്രദർശനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് എൻ്റെ അധ്യാപകനും ചിത്രകാരനും കൂടിയായ അഭിലാഷ് മാഷയാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്കറിയാവുന്ന ചിത്രകാരന്മാരെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറെ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുപ്പിക്കാം കേട്ടോ. പേര് ചേർത്ത് വെച്ചുകൊണ്ട് എഴുതാം. ഒരു കുഞ്ഞു വാർത്തയാണ്, പക്ഷേ ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്, തലക്കെട്ടടക്കം. അപ്പോൾ മറന്നു പോകരുത്, നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ കാണുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സുകളിലെല്ലാം പറയുന്നതായിരിക്കും. നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിലെ ഓഫറുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ബൈ.